സംസാരിക്കാൻ പ്രാപ്തരാക്കുന്നത് ഞങ്ങളാരാണ്? English Cafe. We present you the perfect English. WhatsApp now 9633 888 575. താങ്ക് യു. കാരണം എന്താ പറയുന്നതെന്ന് അറിയില്ല. ഈ നിമിഷം നമ്മൾ ഒരു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന നല്ലൊരു മൂവി ഉണ്ടാക്കിയതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മയും ഈ എന്താ പറയുക, നിങ്ങളെല്ലാവരും എത്തുന്ന ആളും ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ നാളെ തോന്നിയാലും എങ്കിൽപ്പോലും ഭയങ്കര അടിപൊളി. താങ്ക് യു സോ മച്ച് നമ്മളെല്ലാവരും ഏറ്റെടുത്തേക്ക്. അപ്പം എന്താ പറയണ്ടേ? സീൻ മാറ്റെന്ന് പറഞ്ഞാൽ സീൻ മാറ്റി. ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എന്താ പറയാ, ഓരോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പടത്തിന്റെ ഡൈനാമിക് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ സൈഡിലോട്ട് നോക്കി ആൾക്കാർ എങ്ങനെയാണ് ഇത് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം സീറ്റിന്റെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ നഖം കടിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ആൾക്കാർ ടെൻഷൻ അടിച്ച് മരിക്കണ്ടായിരുന്നു. അപ്പം ഇമോഷണൽ ഞാനും കുറച്ച് കരഞ്ഞു സത്യം പറഞ്ഞാൽ. ആൾക്കാർ കൂടെ ഒരുമിച്ചിരുന്ന് കണ്ടപ്പം ഭയങ്കര ഇമോഷണലായി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കിയെല്ലാം ഭയങ്കര ബേസ് സന്തോഷമായിരുന്നു. അങ്ങനെ തന്നതാ. ആദ്യം വന്നവർക്ക് ഇത്രയും ക്യാമറകൾ, ഇത്രയും ആൾക്കാർ, അതിനാദ്യം വലിയൊരു നന്ദി. താങ്ക് യു സോ മച്ച്. ക്യാമറ ഒരുമിച്ച് കാണാൻ പറ്റിയ ആസ് എ ഫിലിം മേക്കർ ഐ ആം വെരി ഹാപ്പി. ആൻഡ് ആദ്യം നന്ദി ടു ദ ഹോൾ ക്രൂ. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞത് വലിയ ഒരു പരിപാടിയാവും. അതുകൊണ്ട് ടു ദ ക്രൂ ആൻഡ് ദ കാസ്റ്റ് ആൻഡ് ദ ഓഡിയൻസ് ആൻഡ് above all that the real Manjumal boys. അവരുണ്ടെങ്കിൽ അവരുള്ളതുകൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത്. അവർ അനുഭവിച്ച കഷ്ടപ്പാട് കൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ലെറ്റ്സ് റിമെമ്പർ ദാറ്റ് ആൻഡ് ക്ലാപ്സ് ടു ദാറ്റ് ബോയ്സ്. താങ്ക് യു. അടുത്തത് പടത്തിന്റെ അദൃശ്യ അൺസൺ ഹീറോ. കാര്യങ്ങൾ അജയനെ പറ്റി വരട്ടെ. ഞാൻ അജയനെ സംസാരിക്കാം. ഇതില് ഇല്ല, ലെറ്റ് ഹിം ടോക്ക്. ഹലോ, വളരെയധികം സന്തോഷമുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് ഇത്രയധികം ക്യാമറകൾ ഒരുമിച്ച് കാണുന്നത്. കൊച്ചിയിലെ ഇത്രയും നമുക്ക് വളരെ സന്തോഷമായി. ഈ സിനിമയോടൊപ്പം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. ഇത് വലിയൊരു സിനിമയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ എന്താണ് സുഷിൻ പറഞ്ഞത്. സുഷിൻ കുറെ പ്രാവശ്യമായിട്ട് കണ്ട ഒരു സിനിമയായിരിക്കും അത്. ഇപ്പൊ നമ്മൾ എഡിറ്റിന്റെ മ്യൂസിക് ചെയ്യുമ്പോഴൊക്കെ അപ്പൊ അത് ഞങ്ങളൊക്കെ അത്രയും ബുദ്ധിമുട്ടി ചെയ്തൊരു ഇതാണ്. പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്തൊരു വർക്കായിരുന്നു ശരിക്കും. നിങ്ങൾക്ക് ആ സിനിമ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും. അത്രയും ഹൈറ്റ് ഉള്ള ഒരു സ്ഥലം, നമ്മൾ അത്രയും വലിയൊരു സ്ഥലം, അതിന്റെ കുഴികൾ, അങ്ങനെയൊക്കെ നമ്മൾ അത്രയും ചെയ്തെടുത്ത് നമ്മൾ അതിന്റെ റിയൽ ലൊക്കേഷനിൽ പോയി അത്രയും നമുക്ക് കുറെ കഷ്ടപ്പാടുണ്ടായിരുന്നു ഈ സിനിമ. പക്ഷെ അതൊക്കെ ഈ നമ്മൾ ഇങ്ങനെ സക്സസ് ആയി വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ്. സിനിമയോടൊപ്പം നിന്ന് ആ സിനിമയില് നമ്മളെ പാർട്ട് കൂടി അതില് നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അത് അത്ഭുതമായിരുന്നു. മറ്റത് പിന്നെ അത് ചെയ്തു വെച്ചതെന്ന് പറയുന്നതല്ലാതെ അത് ചെയ്തത് അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് നമ്മൾ വിജയമായിരിക്കും. എല്ലാ ആളുകളും അത് നമ്മൾ സ്ക്രീനിൽ മാത്രമാണ്, ലോഗോ മാത്രം കാണുന്നത്. ഓൺലൈൻ സപ്പോർട്ടേഴ്സ് അപ്പൊ എല്ലാവർക്കും നന്ദി.
ഒരു കാര്യം ആഡ് ചെയ്യാൻ, ഈ പടത്തിലെ ആർട്ട് നല്ല ആർട്ട് പറയുന്നു, അതാണ് വിജയം. കാരണം അത് നിങ്ങൾക്ക് മനസ്സിലായി ഏതാണ് ഇതെന്ന് മനസ്സിലാവില്ല. ഇതില് അതാണ് അജയുടെ വിജയം. താങ്ക് യു. ഹലോ, താങ്ക് യു സോ മച്ച്. ശരിക്കും സന്തോഷത്തെക്കാളും ഒരു പ്രൗഡ് മൊമെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സിനിമ, ഇത്രയും ഒരു ഗംഭീര സിനിമ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വലിയ പ്രൗഡ് മൊമെന്റ് നിൽക്കുന്നത്. സോ എന്തായാലും പടം ഹലോ പടം വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സോ പടം കാണാൻ താങ്ക് യു സോ മച്ച്. അല്ല, സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ സിനിമ ഞാൻ ഫുള്ള് ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സിനിമ കേൾക്കുന്നോ അപ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ചൊരു സിനിമയാണ്. കാരണം ഇത്രയും സിനിമ അഭിനയിച്ചതിന് ശേഷം നമ്മളൊരു സിനിമ എന്താണ് ഇപ്പൊ സുഷി പറഞ്ഞു മലയാള സിനിമയുടെ സിനിമ അപ്പൊ അല്ല അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ എന്താണെന്ന് കണ്ടൊരു സിനിമയായിരുന്നു. പക്ഷെ എനിക്ക് പറയാനെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഈ സിനിമയിൽ അഭിനയിച്ച സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ വർഷത്തിന് ശേഷം ഇപ്പൊ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഈ സിനിമ ഉറപ്പായിട്ടും നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. മലയാള സിനിമയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. കാരണം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് നമ്മളൊക്കെ അഭിനയിച്ച ആൾക്കാരാണെങ്കിലും നമുക്ക് അറിയുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും നമ്മൾ ഈ പടം ഡയറക്റ്റ് ചെയ്ത് ചെയ്തുവാണെങ്കിലും നമുക്കതിന് ഇമോഷണലി എവിടെയും കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ സക്സസ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സീക്വൻസിൽ എനിക്ക് ഭയങ്കര ഇമോഷണലി ടച്ചായി. ചില സീനിലൊക്കെ ഞാൻ കരഞ്ഞു. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തൊരു സിനിമയാണ്. ഇപ്പൊ ഇത്രയും വർഷമായിട്ട്. അപ്പം ഉറപ്പായിട്ടും ഈ സിനിമ മലയാള സിനിമകളോടത്തോളം നിലനിൽക്കും. ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരും ഈ സിനിമയിലെ ടെക്നീഷ്യൻസും ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ജനുവനായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ സിനിമ നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. മലയാളം സിനിമകളിടത്തോളം കാലം ഈ സിനിമ നിലനിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഉറപ്പായിട്ടും നിലനിൽക്കും. ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ, ഇത് 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം ഇവരൊരു 100 ദിവസം കടക്കും ഈ സിനിമ. ഉറപ്പായിട്ടും അങ്ങനെ കടക്കട്ടെ. ഈ സിനിമയിൽ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത്രയും വലിയ സിനിമ ഒരു സ്റ്റാറിന് അല്ലെങ്കിൽ ഒരാൾക്കൊരു 100 കോടി അല്ലെങ്കിൽ ഒരു 10 കോടി കൊടുത്ത് അഭിനയിച്ചൊരു സിനിമയല്ല. കാരണം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗഭിക്കാണ് പണം പ്രൊഡ്യൂസ് ചെയ്തത്. അല്ല, അത്രയും പൈസ ഇല്ല. കാരണം എന്ന് വെച്ചാൽ സൗഭിക്കാണ് ഇങ്ങനത്തെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, കാരണം ഈ സിനിമ എന്താണെന്ന് കാണണം, ഈ സിനിമ മുൻകൂട്ടി കാണണം. ഈ സിനിമ എന്തായിരിക്കും ഇതിന്റെ ഔട്ട്കം, എന്തായിരിക്കും ഈ സിനിമ. ഇന്ന് തിയേറ്ററിൽ നമ്മൾ കണ്ട ഒരു വേർഷൻ സിനിമ കാണാനുള്ള ഒരു കഴിവ് മുൻകൂട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും പൈസ ഈ സിനിമയ്ക്ക് മുടക്കാൻ വേണ്ടി ഒരാൾ തയ്യാറാവുള്ളൂ. അപ്പൊ അങ്ങനെ മുടക്കിയതിന് ഈ സിനിമയ്ക്ക് അങ്ങനെ മുടക്കാൻ കാണിച്ചൊരു ഇതിന് ഉറപ്പായിട്ടും മനസ്സിന് സൗഭിക്ക് താങ്ക് യു. പിന്നെ ഇതിൽ കാസ്റ്റ് ചെയ്ത ഗണപതി എപ്പോഴും ഞാൻ ഗണപതി കാസ്റ്റ് ചെയ്ത്, അപ്പോ ഗണപതിക്ക് താങ്ക് യു. കാരണം ഈ സിനിമ നിലനിൽക്കും, അത് 100% ഉറപ്പാണ്. താങ്ക് യു. ഈ സിനിമ കാണുക. ഈ സിനിമ ദി ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സിന് ഡെഡിക്കേറ്റ് ചെയ്തു നമ്മളെല്ലാവരും. അപ്പം അവരുടെ കഥ ചിതു വളരെ ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഷെജുക്ക, സൗവിക, സുഷിൻ എല്ലാവരും. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട്, സ്നേഹം വേണം. താങ്ക് യു സോ മച്ച്. പടം കാണാത്ത താങ്ക് യു. ഇതില് നമ്മളിപ്പോൾ ഇതുവരെ മുമ്പുള്ള പ്രൊമോഷൻസ് കണ്ട മഞ്ഞുമൽ ബോയ്സ് ആണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പടം ഇതുവരെ ഇറങ്ങി. ഇതിൽ നമ്മുടെ തമിഴ് കാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേര് നമുക്ക് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. വിജയ് മുത്തു സർ,
നശിപ്പ് മനസ്സിലായി. അവരുടെ എൻ്റെ വാക്ക് மலையாள சினிமாவுக்கு ஃபஸ்ட்டு இந்த படத்தை மூலமாக வரேன். சில பேருக்கு லாங்குவேஜ் புரியாமல் இருக்கலாம், இது தமிழ். இருந்தாலும் நம்ம சொல்ல வர விஷயம் இந்த படத்தில் நான் ரொம்ப தேங்க்ஸ் பண்ணிக்கிறது சித்து சார், அப்புறம் என்னோட ப்ரொடியூசர் சவுலின் சார், அப்புறம் என்னோட காஸ்டியூம் டைரக்டர், ஆர்ட் டைரக்டர், இதுக்கு மேலே என்னுடைய கேமராமேன், என்னுடைய மியூசிக் டைரக்டர், ஆல் ஆஃப் என்னுடைய வாய்ஸ். இவங்க இது சில இடங்கள்ல அடிச்சதெல்லாம் ஒரிஜினலாகவே தான் அவங்க மேலே பட்டது. அதுக்கெல்லாம் இந்த இடத்துல சாரி சொல்லிக்கிறேன். அப்புறம் இந்த படம் வந்து எல்லாருமே வந்து இன்னைக்கு இவ்வளவு தூரம் ஆடியன்ஸ்க்கு கொண்டு சேர்த்துக்குன்னா இந்த படத்துக்கு முன்னாடி ஒரு ப்ரொடியூசருக்கு எவ்வளோலாம் பேலன்ஸ் பண்ணியிருக்காங்கிறது இதில் ஒரு பெரிய விஷயம் இருக்கு. என்னன்னா மார்னிங் அந்த லிஸ்ட்ல இந்த 11 பேரும் அந்த 7 o'clock அந்த ஷூட்டிங் ஸ்பாட்ல அசம்பிள் ஆகும். இதுக்கு இவங்க 4 o'clock அந்த ஸ்பாட்டுக்கு வந்தாகும். இந்த 4 o'clock வந்தாங்கன்னாக்கா அந்த மிஸ்ட் வெளியில போறக்குள்ளேயே இந்த ஷார்ட் எடுத்து முடிச்சாகும். அந்த ஷார்ட் 2 hours தான் எடுக்க முடியும். அப்புறம் பிரேக் விட்டுருவாங்க. அப்புறம் பிரேக் விட்டு ஈவினிங் தான் அது ஒரு 2 hours தான் ஷூட் போகும். ஸோ இதை ப்ரொடக்ஷன் பண்றதுக்கு எவ்வளவு பெரிய தைரியம் வேணுங்கிறதுக்கு சௌபின் சார் உண்மையிலேயே அப்புறம் அந்த குகைக்குள்ள எல்லா ஆர்டிஸ்டும் ஒரே ஷாட்ல இருந்தாலும் ஒரு ஆளுக்கு ஏதாவது ஃபீவர் இந்த மாதிரி ஏதாவது ப்ராப்ளம் வந்தோம்னா அந்த தொடர் ஷூட் போக முடியாது. ஸோ இந்த மாதிரி எல்லாம் அந்த படம் ரொம்ப இயற்கையோட பல சுச்சுவேஷனை தாண்டி தான் இந்த மூவி வந்திருக்கு. இது கேரளா ஆடியன்ஸ்ல வேர்ல்ட் ஆஃப் எல்லாருக்குமே கனெக்ட் ஆகக்கூடிய ஒரு படம். எல்லா இடத்துலையுமே நீங்க கேமராமேன்லயே ஒரு 6 5 பேர் பாய்ச்சிருப்பீங்க. அந்த மாதிரிதான் இந்த படம். ஸோ அந்த மாதிரி ஒரு எல்லா இடத்துலையும் இருக்கக்கூடிய ஃப்ரெண்ட்ஸ்களுக்கு இது கனெக்ட் ஆகும். நீங்க வந்திருக்கிற எல்லாரும் இந்த படத்தை அடுத்த கட்டத்துக்கு மூவ் பண்ணணும். தேங்க்யூ தேங்க்யூ தேங்க்யூ. எல்லாருக்கும் வணக்கம். நான் தான் ஃபர்ஸ்ட் டைம் மைக்கில் பேசுகிறேன். இதை தப்பாக தான் மன்னிச்சுடுங்க. நீங்கள் எல்லாம் பார்த்துருப்பீங்க. கமெண்ட் படமே சொன்ன படம் அன்போடு இது எல்லாமே நீங்கள் லவ் மூடில் பார்த்துருப்பீங்க. ஆனால் அந்த லவ் உண்மையாலுமே அந்த லவ் பிரியவே பிரியாத ஒரு லவ் அது இந்த படத்துல இருக்கு. நானே இப்பதான் ஃபீல் பண்ணேன். நான் இப்படி ஒரு லவ் இருக்கு, நம்ம ஏன் தேவையில்லாம வேற லவ் எல்லாம் பண்ணி உண்மையுமே லவ்னா இதுதான். இந்த பாட்டுக்கான உண்மையான அர்த்தம் இந்த படத்துல இருக்கு. நீங்க இந்த படத்தை பார்க்கும்போது அந்த பாட்டை ஃபீல் பண்ணும்போது உண்மையாலுமே சொல்றேன், உங்க ஃப்ரெண்ட்ஸ் நீங்க நினைக்கலன்னா நான் இன்னும் நடிக்கிறதே விட்டுறேன். தயவு செஞ்சு சொல்றேன், கேரளா மக்கள் எல்லாருக்கும் சொல்றேன், இல்லை வேர்ல்டு வைஸ் சொல்றேன், இந்த படத்தை கண்டிப்பா பாருங்க. உங்களுக்கு பாஷை புரியலனா கூட யார்கிட்ட கேட்டு தெரிஞ்சுங்க. இந்த படம் பாருங்க, உங்களுக்கு நீங்க கொடுக்குற காசுக்கு 100% ஒர்த்தா இருக்கு. நாங்க அவ்வளவு கஷ்டப்பட்டுக்கிறோம். அவர் சொன்ன மாதிரிதான் காலையில 2 மணி நேரம் 3 மணி நேரம் ஷூட் பண்ணுவோம். அப்புறம் பிரேக் விட்டுருவாங்க. நான் நடிக்கும் போது அப்படிதான் நினைச்சேன், மலையாள படம் கொஞ்சம் பட்ஜெட்ல பண்ணுவாங்க, இவ்வளவு டைம் வேஸ்ட் பண்றாங்க அப்படின்னு. படம் பார்க்கும்போது அதெல்லாம் மறந்துட்டேன். இது மலையாள படமா இல்ல தமிழ் படமா ஹாலிவுட் படமாங்கிற மாதிரி இருக்குது. உண்மையாலுமே செட் ஒர்க் எல்லாம் எது செட்டு எங்களுக்கே நம்ப முடியல. எந்த பாறையில நாங்க நிக்கலாம், எந்த பாறையில உட்காரலாம், எங்களுக்கு எதுவுமே தெரியல. நாங்க சேலஞ்ச் பண்ண ஒருத்தர்கிட்ட 500 ரூபாய் சேலஞ்ச் பண்ண, இது உண்மையை நடக்குது. 500 ரூபாய் சேலஞ்ச் பண்ண ஒரு ரோடு செட்டு போட்டிருந்தாங்க. ஒரு கல் இருந்தது. அந்த கல் வந்து நான் வந்து செட்டுன்னா அவர் இல்லைன்னாரு. 500 ரூபாய் சேலஞ்சுனா உண்மையை நான் வெயிட் பண்ண அது செட்டு. அது நம்ப மாட்டேங்க, அப்படி இருந்து 10 ரூபா இருந்தது. அந்த பாக்குற அந்த மரம் கூட செட்டு தான். நீங்க நம்ப மாட்டீங்க, உண்மையா அவ்வளவு கண்டிப்பா நீங்க கொடுக்குற காசுக்கு ஒர்த்தா இருக்கு இந்த படம். எல்லாரும் தேட்டர்ல போய் பாருங்க, நீங்க சப்போர்ட் பண்ணுங்க. அப்பதான் இந்த மாதிரி படத்தை நீங்க கண்டிப்பா ரெகுலரா பார்க்க முடியும். இந்த டீமும் வந்து அடுத்தடுத்து படம் பண்றதுக்கு உங்களோட ஹெல்ப் ரொம்ப முக்கியமா இருக்கும். தேங்க்யூ, நன்றி. சந்து சரிகுமார். അത്രയും മഞ്ജുമൽസിനെ പറ്റി പറയാമോ? നിങ്ങളെല്ലാവരും പോയി പടം കാണാം, തിരിച്ചു പോയി പടം കാണാം, ഞങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക, പറയാനുള്ളൂ. വിഷ്ണു രഘു, നമസ്കാരം. ഏതാണ് മറ്റേ
ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ആളാണ്. ഇന്ന് പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോ എന്റെ ജീവിതത്തില് എന്റെ അമ്മ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ച് നോക്കണത് അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് ചിതു, സൗബിക, ഗണപതി അവര് കാരണം ഉണ്ടായിരുന്നു. ഞാൻ ബാക്കി എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് ഈ സിനിമയില്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇത്രയും പ്രഗത്ഭരായ കലാകാരന്മാരുടെ കൂടെ ഈ വേദി പങ്കിടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. വളരെയധികം സന്തോഷം. ഇന്ന് ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഞാനും ആദ്യമായിട്ടാണ് ഇന്ന് ഈ സിനിമയുടെ ഒരു ഫൈനൽ ഔട്ട് കാണുന്നത്. സാധാരണ നമ്മൾ അഭിനയിക്കുന്ന സിനിമകൾ നമ്മൾ കാണാൻ പോകുന്ന പതിവുണ്ടെങ്കിലും ഇന്ന് ഈ സിനിമ കണ്ടു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ഉള്ളും മനസ്സും കണ്ണും നിറഞ്ഞിട്ട് ചിദംബരം ഗ്രേറ്റ് ജോബ് മികച്ച സിനിമയാണ്. മലയാളത്തിൽ നിന്നല്ല, ഈ ലോകത്തിൽ തന്നെ ചിദംബരം, സൗബിയും, ഷോൺ ആന്റണിയും, അജയേട്ടനും, ബാസിയും, സുഷിനും, ഗണുവും എല്ലാവരും കൂടെ സമ്മാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമാകാൻ പറ്റിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വിജയ് സാറും പറഞ്ഞതുപോലെ ഇത് ഒരു ലോക സിനിമയായിട്ട് തന്നെ അറിയപ്പെടട്ടെ, അത്രേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. എനിക്ക് രണ്ടുപേരും കൂടെ അതിൽ പടത്തിലുള്ള മെയിൻ 2 ടെക്നീഷ്യൻസിനും കൂടെ ഷിജിൻ ഹട്ടൻ, ഫസൽ ബക്കർ, നമ്മുടെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, ശ്രീരാഗും കൊണ്ടോ വിളിച്ചു, ഓൾറെഡി വിളിച്ചു. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ശ്രീരാഗിന്റെ ഈ പടത്തിന് വേണ്ടി രാവും പകലും കൂടിയാണ് പോയത്. മിഡിൽ ഫിംഗർ പോയ ഒരു മനുഷ്യനാണ് ഷിജിൻ. എനിക്ക് പരിചയപ്പെടുത്താം. അതായത് ഷിജിൻ ഞാൻ ആക്ച്വലി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിലൊരു സീനിയറായിരുന്നു. അപ്പൊ പുള്ളിനെ കണ്ടിട്ടൊക്കെയാണ് ഞാൻ ആക്ച്വലി ഫ്രൂട്ടി ഗ്രൂപ്പ്സിലോട്ട് കയറുന്നതും. എന്റെ മെയിൻ ഇൻസ്പിറേഷൻ ആയിരുന്നു ഈ പുള്ളി. ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഫസൽക്കായിട്ട് വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ സംസാരിക്കാം. ആണ്ടെ നമ്മുടെ കുടുംബ സ്റ്റുഡിയോക്കാരനായ വിക്കി സപ്താർ പ്രൊപ്പറേറ്ററുമായ വിക്കി എന്താ പറയണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം നോർമലി ആക്ച്വലി സൗണ്ട് ഡിസൈനേഴ്സ് അതുപോലെ ടെക്നീഷ്യൻസ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാറില്ല. ഞാൻ കൂടുതലും ഹിന്ദി പടങ്ങൾ ചെയ്തിട്ട് ഒരാളാണ്. അപ്പോൾ വളരെ കുറച്ച് മലയാളം പടമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സുഷിനാണ് എന്നെ ആക്ച്വലി ഈ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് വിളിച്ചത്. പിന്നെ ഇതുപോലുള്ള ഒരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയത് ഒരു വലിയ ഭാഗ്യം. ഷിജിൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് ചുമ്മാ കാക്കയുടെ സൗണ്ട് ഇടാനാണ് വിളിക്കുന്നത്. നല്ല പരിപാടി എന്നെ വിളിച്ചാൽ അതാണ് ഷിജിൻ വിളിച്ചത്. അപ്പം എല്ലാം അടിപൊളിയായിട്ട് വന്നതിന് നല്ല ഒരു ഹാപ്പിയാണ്. അല്ല, അത് എനിക്കും പറയാനുള്ളത് ഒരുപാട് സിനിമകൾ മിക്സ് ചെയ്ത് ഒരുപാട് സിനിമകളിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മിക്സിംഗ് ഇഞ്ചിനിയറും ഇങ്ങനത്തെ ഒരു പ്രസ് മീറ്റിൽ ഇങ്ങനെ വിളിച്ചത്, ഇവിടെ ഇങ്ങനെ ഒരു ഇത് കിട്ടിയത് വളരെയധികം ഒന്നുമില്ല. ചിതുവിന്റെ ഫ്രണ്ടാണ്. ചിതുവിന് മുന്നത്തെ പടം ചെയ്ത സൗണ്ട് ഡിസൈനറാണ്. ഇത് എന്താ പറയാ, മഞ്ഞുമേലിന്റെ വർക്ക് അല്ലെങ്കിൽ പോലും ഞാൻ മഞ്ഞുമേലിന്റെ ഒരു ഭാഗമാണ്. അത് തുടക്കം മുതൽ അവസാനം വരെ ഞാൻ അതിന്റെ കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ആഘോഷിക്കുന്നു. ഇപ്പൊ ഇവരുടെ എല്ലാവരും കൂടെ വന്ന് അധികം സന്തോഷം. താങ്ക് യു. പിന്നെ അതുപോലെ മലയാള വോയിസില് എന്താ പറയുക, ഒരു ദിവസം നടക്കുന്ന ഒരു കഥയാണ്. പക്ഷെ അത് കോസ്റ്റ്യൂം ചെയ്തിങ്ങനെ വെച്ചെങ്കിൽ ആ കോസ്റ്റ്യൂമിന് കാരണം നമ്മളെല്ലാവരും 11 പേര് എല്ലാവർക്കും ഓരോ സെയിം ഡ്രസ്സാണെങ്കിൽ പോലും അത് ഈ പറയുന്ന 103 ദിവസം സെയിം ഡ്രസ് ഇടാൻ പറ്റില്ലോ. അപ്പോൾ അതുകൊണ്ട്
അതിനുവേണ്ടി കാരണം ഇടയിൽ ഓരോരുടെ സൈസ് മാറുന്നുണ്ട് കോസ്റ്റ്യൂമിൻ്റെ കാരണം കുറച്ച് നാളായിട്ട്. അതിനനുസരിച്ച് നമ്മുടെ കൂടെ നിന്ന് മഷറാണ് സാധനം. മഷറാണ് നമ്മുടെ കോസ്റ്റ്യൂമിൽ. ഞാൻ അതിന് വലിയ രീതിയിൽ പോയിട്ടുണ്ട്. കാരണം ആ കാല സമയം, അതിൻ്റെ ഇയർ 2006 ആ സമയത്ത് വരുന്ന എല്ലാ കാര്യത്തിലും ഭയങ്കര സത്യമായിട്ടും അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്. കാരണം ഒറ്റ കോസ്റ്റ്യൂം കാണുമ്പോൾ ഒറ്റ കോസ്റ്റ്യൂമാണ്, പക്ഷെ അത് മുഴുതിയിലും എന്താ പറയുക അതിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അതിൻ്റെ നന്നായിട്ട് അതിൻ്റെ ഫെയ്ഡ്, അതിൻ്റെ എന്താ പറയുക നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ സാധനങ്ങളും ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ പടത്തിൽ ചില്ലെടുത്ത രോഹിത്. ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ രോഹിത് കയറും, ആ കൂടുതലും മഷ സംസാരിക്കും. ചിദംബരം സൗഭിക. ഈ സിനിമയിൽ കോസ്റ്റ്യൂം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മെയിൻലി ഇവര് ടൂർ പോയതിലേക്ക് ഒറിജിനൽ ആൽബം ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ സമയത്ത്. അപ്പം എന്തായിരുന്നു ആ സമയത്ത് ആ ഒരു ടൈമിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ക്ലോത്ത്സുകളും വാച്ചുകൾ, ഫുഡ് വെയർസ് അതൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തത്. അപ്പോൾ ഇതിന് ഒരു ശരിക്കും ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു സാധനം ഉണ്ടായിരുന്നു ഓൾറെഡി. ആ സിനിമ തീരുന്ന സമയത്ത് കാണിക്കുന്ന ആൽബം ഫോട്ടോസിൽ വരുന്ന ഫോട്ടോസാണ് ഈ സിനിമയുടെ ഒരു ടോട്ടൽ റെഫറൻസ്. അത് വെച്ചിട്ടാണ് ഈ പടം ടോട്ടലി വർക്ക് ചെയ്തിട്ടുള്ളത്. സോ സിനിമ ഹാപ്പിയാണ്, സന്തോഷമുണ്ട് സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിലും വർക്ക് ചെയ്യാൻ പറ്റിയതിലും. താങ്ക് യു. താങ്ക് യു ചിതുഭായ് സൗഭിക. എന്താ വെച്ചാൽ ഈ പടത്തിന് മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത് ഈ 11 പേരെ ഒരുമിച്ച് പോസ്റ്റർ ഒറ്റ ഫ്രെയിമായിട്ട് കൊണ്ടുവരാനാണ്. എനിക്കൊരു പ്രീ പ്രൊഡക്ഷനിൽ എന്താ പറയുക അവരുടെ ആൽബം തന്നു, പിന്നെ അത് നമുക്ക് ഷൂട്ട് ചെയ്യാം, ആ രീതിയിൽ കൊണ്ടുവരാൻ പറ്റി. താങ്ക് യു. പോസ്റ്റർ ടൈറ്റിൽ ഡിസൈനിങ്ങും ഈ പടത്തിന്റെ സ്റ്റോറി വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെ ഫോണിൻ്റെയൊക്കെ സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിന് മുകളിൽ തൊട്ടുള്ള എല്ലാ സിനിമകളും വലിയ സിനിമകൾ ചെയ്ത ഒരു മനുഷ്യനാണ് പവി സർക്കാസൻ. താങ്ക് യു എല്ലാവരെയും. ആദ്യമായിട്ട് ഞാനീ പറഞ്ഞ സിനിമയുടെ പിന്നണി പരിപാടിയാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവർക്കൊക്കെയാണ് കൂടുതലും ഞാനായിട്ട് ഇൻട്രാക്ടിങ് നടക്കുക, അവർക്കൊക്കെയാണ് അറിയാറുള്ളത്. അപ്പോൾ ഇതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനൊരു എനിക്കൊരു മൈൽ സ്റ്റോൺ ഫിലിമാണ് മഞ്ഞുമല എന്ന് പറയുന്നത്. കാരണം ഈ പടത്തിൽ സൗഭികയിടയ്ക്ക് പരത്തിയോട് ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട്, നീയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. ലൈക്ക് അങ്ങനെയാണ് എനിക്കിതിൻ്റെ ആദ്യം എനിക്ക് ഡോക്യുമെൻ്ററി അത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഈ സിറ്റുവേഷനിൽ നമ്മളൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് വേണ്ടി നമ്മൾ എന്തുവരെ പോകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ എന്നോട് തന്നെ ചോദിച്ചത് എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ഒരു സീൻ വന്നാൽ ഞാൻ ചെയ്യുന്നത്. അവിടെയാണ് എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് വന്നതും. അങ്ങനെ ഇതിനകത്ത് ടൈറ്റിൽ പിന്നെ അതിൻ്റെ സ്റ്റോറി ബോർഡ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ് മീറ്റിലൊക്കെ വന്നിരിക്കാൻ പറ്റുന്നത്. ഒരു സത്യം ഒരുപാട് നന്ദിയുണ്ട് ചിദംബരം, സൗഭിക, എല്ലാവരും. പിന്നെ എന്താ പറയുക, നമുക്ക് ഒരു കൂടല്ലേ ഇങ്ങനെയുള്ള ഇത്ര അടിപൊളി ടെക്നീഷ്യന്മാരോട് നമ്മളും അതിനകത്തുണ്ടെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. പടം നല്ലൊരു പടമാണ്. എൻ്റെ മനസ്സിലെന്നല്ല, എൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ പടം ഒരു ഇമ്പോർട്ടൻ്റ് സിനിമയായിട്ടുണ്ടാവും. എല്ലാവരും കാണാം. താങ്ക് യു. ഇതിൻ്റെ ഒരു കോ പ്രൊഡ്യൂസറായിട്ടുള്ള ഷോൺ ആൻ്റണി ഉണ്ട്. പ്രൊഡ്യൂസർ ഷോൺ ആൻ്റണി ഇവിടെ ഉണ്ടാവും. പിന്നെ ഇതിന്റെ സൗണ്ട് നമ്മുടെ റെക്കോർഡിങ് വൈശാഖ് നമ്മുടെ ചാനൽ തൊട്ടുള്ള ചിത്രത്തിൽ ആദ്യ സിനിമകളിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. സ്റ്റേറ്റ് ഒരു പക്ഷേ ജാനമിലാണ് കണ്ടക്ടർ കൂടെ ഞാൻ ആദ്യം വർക്ക് ചെയ്തത്. പിന്നെ അതിനുശേഷം
വോയിസിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വൈശാഖിന്റെ ഷോർട്ട് ഫിലിം വർക്ക് ചെയ്ത കാര്യം പറയാം. അതെ, ഞാൻ ആദ്യമായിട്ട് ശരിക്കും ആദ്യമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഗണപതി ഒരു ഷോർട്ട് ഫിലിം കാര്യം കൊറോണ സമയത്ത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു വർക്ക് ഒരുമിച്ച് ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നെ അതിലും പരിചയപ്പെട്ടു, കൂടെ വർക്ക് ചെയ്തു. ശേഷം ജാനമണിലേക്ക് എല്ലാം വിളിച്ചു, വർക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചു, അതിനും വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ മഞ്ഞുമൽ ബോയ്സിനും വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ എന്താ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ബാസി സംസാരിച്ചിട്ടില്ല. ബാസി 2 വാക്ക് പറ പ്ലീസ്. നീ പറ. ഹലോ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വെരി ഹാപ്പി. നമ്മളെല്ലാവരും ഒരു was an effort to stay true to this story that happened in 2006. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് കുറച്ച് പേര് പുറത്തു പോയി, കൊടൈക്കനാലിൽ പോയി പരിപാടി നടത്തിയിട്ട് തിരിച്ചു വന്നതിൻ്റെ ഒരു കഥ പറയാനായിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ മഞ്ഞുമൽ ബോയ്സ് തന്നെയായിരുന്നു. അപ്പോൾ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ for the real Manjumal boys. And I invite all of them to stage. Indira, Sixen, Subhashetan, Tangi, all of you, Abhichetan, please all of you come up. റിയൽ ആയിട്ടുള്ള മഞ്ഞൾ വോയിസ് കാണാൻ പോണേ. ഇതാണ് ശരിക്കുള്ള മഞ്ഞൾ വോയിസ്. Please put your hands together for റിയൽ ബോയ്സ്. ഹലോ, ഞാൻ ഹലോ ഞാൻ സിക്സൻ. ബാലുവാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കണം. പിന്നെ ഫിലിമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, സൂപ്പർ. അതായത് അജിത് ചേട്ടൻ്റെ ആ ഒരു ഒന്നും പറയാനില്ല, പുള്ളി ചെയ്ത വർക്ക് ഞങ്ങളവിടെ ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. ആ ഗുണം എടുത്തേക്കണേ പുള്ളി, ഒന്നും പറയാനില്ല, അടിപൊളി. പിന്നെ നമ്മളെ ഡയറക്ടർ ചിതു സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞാലേ അടിപൊളി ഡയറക്ടർ. ഭാവിയിലെ നമ്പർ ഡയറക്ടറാ ചിതു. പിന്നെ നമ്മളെ അടിപൊളി സൂപ്പർ. പിന്നെ ആക്ടേഴ്സ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇവരെ കാണാൻ പറ്റുമെന്നാ, ഇവരൊപ്പം ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്നാ നമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. ആഗ്രഹങ്ങൾ വലുതാണ്. സൂപ്പറായിട്ട് ഇവരൊപ്പം സംസാരിക്കാനും ഇവരൊപ്പം കൂടാനും എല്ലാ കാര്യത്തിനും കൂടി ഞാൻ സിനിമയിൽ ചെറിയൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ഇത്, അടിപൊളി സൂപ്പർ. പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ഫസ്റ്റ് ഷോ ഞങ്ങൾ കണ്ട് ഭയങ്കര എന്ത് പറയാനാണ്, അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ആ ഒരു സുഭാഷ് എന്ന് വിളിക്കുന്ന സാധനം ഞാൻ കരഞ്ഞു പോയിട്ടാ. അത്രക്ക് മറ്റേ ഞാൻ എന്റെ ചങ്കോട്ട് വിളിച്ചാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ച് കിട്ടണില്ല, ഒരു റെസ്പോണ്ടും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതിനിടയിൽ മഴയും പെയ്ത് എല്ലാം ചെയ്തപ്പോ അപ്പൊ എനിക്ക് ഭയങ്കര ഒരു മനസ്സിൽ തട്ടിപ്പോയി. അടിപൊളി, ബടി സൂപ്പർ. പിന്നെ എന്റെ
ബാലു ബാലു സൂപ്പർ അടിപൊളി കേട്ടാ. ഫുൾ ഫുൾ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പറയാൻ പറ്റുള്ള ഓക്കെ, എൻ്റെ പേര് സുജിത്ത്, അരുൺ കുര്യന്റെ ക്യാരക്ടറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വെരി കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക്സ് ടു ദി എൻ്റയർ ടീം. സൗബിക, സിന്ധു, ഗണപതി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സൗബിക ഈ ഒരു പടം ചെയ്യാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു പടം ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരില്ല. കാരണം അത്രയും ടെക്നിക്കലി ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്ഷനിലായാലും എന്തിലായാലും ഇതിലേക്കുള്ള എഫേർട്ട് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ദി എൻ്റയർ ടീമിന് വെരി കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഗണപതിയുടെ കാര്യം എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഈ പടം കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് സിനിമയായിട്ടല്ല തോന്നി, റിയൽ ക്യാരക്ടേഴ്സ് ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഈ തമിഴിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് ആയാലും അവരെല്ലാവരും അന്ന് ഞങ്ങൾ കണ്ട ആൾക്കാർ തന്നെയാണോ ഇത് അത് എന്താ പറയുക, ഗണപതിക്കൊരു വെരി കൺഗ്രാറ്റുലേഷൻസ്. ബാക്കി ഇതിൻ്റെ അജയൻ ചേട്ടൻ്റെ സെറ്റ് വർക്ക് അത് ഞങ്ങൾ ഇതുപോലെ ഫസ്റ്റ് ഞങ്ങൾ കൊടൈക്കനാൽ പോയിട്ടുണ്ടായി, അത് കഴിഞ്ഞ് സെറ്റിൽ പോയിട്ടുണ്ടായി. സെറ്റിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ഒരു ഇമോഷനാണ് ഞങ്ങൾക്ക് സെറ്റിലേക്ക് ചെന്നപ്പോൾ ആദ്യം തന്നെ കിട്ടിയത്. അപ്പോൾ അത് അജയൻ ചേട്ടൻ. പിന്നെ സുശീൽ സാറിന്റെ കേസ് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. സൗണ്ട്, മ്യൂസിക്, എൻ്റയർ ടീം, താങ്ക് യു. അതെ, കാര്യം പറയാണ് എന്തായാലും നമ്മ ഈ സിനിമയിലോട്ട് നമ്മുടെ ഷോൺ ബേബിയാണ് പ്രൊഡ്യൂസർ. ഷോൺ ഇല്ലെന്ന് തോന്നുന്നു. എന്ന് വെച്ചാല് അത് പറയണം. എന്ന് വെച്ചാൽ ഈ സിനിമയിലോട്ട് വരാനുള്ള കാര്യം ഷോൺ ബേബിയാണ്. ഷോൺ ബേബിയുടെ നമ്മളൊരു സുഹൃത്തുണ്ട് കോംഗ്ലീഷ്, ഞാനത് പറയണം. അവൻ കാരണമാണ് കേട്ടോ ഈ സിനിമ എല്ലാത്തിനും. അവനൊരു ക്ലാപ്പ് കൊടുക്കണം. പയ്യനാണ് കോംഗ്ലീഷ് നമ്മന്റെ. പിന്നെ സുശീൽ ശ്യാമിന്റെ സംഗീതം സൂപ്പർ. ഞങ്ങ ആദ്യം മുതല് ഞാൻ കൊടൈക്കനാൽ പോയിട്ടാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടുപോയതാണ്. മറ്റേ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഒന്ന് കാണുന്നത്. സുശീലി സൂപ്പർ. ഹലോ, ഇതാണ് റിയൽ ഹീറോ കുട്ടൻ. എന്നെ കൂട്ടുകാരെല്ലാം പഠിക്കുന്നത് കുട്ടനാണ്. അപ്പൊ വീണ്ടും എല്ലാവരും കൂട്ടുകാരെ മാത്രമല്ല പൊതുവെ എല്ലാവരും എന്നെ കുട്ടനാണ് കളിക്കാൻ തുടങ്ങിയത്. എന്റെ സിജുകൂടെ എന്നുള്ള പേര് എല്ലാവരും മറന്നു പോയിരിക്കുകയാണ്. പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 17 വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ്. അതുകൊണ്ട് ഇത് പടം ഞങ്ങൾ പടമായിട്ടല്ല ഞങ്ങൾ ഇത് കണ്ടത്, ഞങ്ങളുടെ ജീവിതമായിട്ട് തന്നെ കണ്ടത്. ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ഡയറക്ടർ ചിതുവിന് ഒരുപാട് അഭിനന്ദനങ്ങൾ പറയാണ്ട്, അത് പറഞ്ഞാൽ തീരൂല. അതുപോലെ തന്നെ പിന്നെ എൻ്റെ ആർട്ട് ഡയറക്ടർ അജയന്. കാരണം ഞങ്ങൾ സെറ്റിൽ വിളിച്ചപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോൾ ശരിക്കും ആ സെറ്റ് കണ്ട് കുറച്ചു നേരം അവിടെ ചെന്ന് നിന്നപോലെ ശരിക്കും മരവിച്ച് നിന്നുപോലെ ആയിപ്പോയി ഞങ്ങൾ അവിടെ. കാരണം ശരിക്കും ആ കൊടക്കനാൽ ഗുണാക്കവര് എത്തിപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഈ പടം കണ്ടപ്പോൾ കരയുന്നത് വിചാരിച്ചിട്ടില്ലേ, കരഞ്ഞു പോയി. അറിയാതെ ജീവിതത്തിൽ സംഭവിച്ച കഥകൾ ഓർത്തപ്പോൾ ഒരുപാട് ട്രാജഡിയിലാണ് ഞങ്ങൾ അന്ന് കരയേറി വന്നത്. അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. താങ്ക്സ്. സുഭാഷ് സമയം. ആദ്യമായിട്ട് നന്ദി പറയുന്നത് ചിതു, ഗണപതി, ഷോൺ ബേബി, പിന്നെ റോണിഷ്. എല്ലാവരും പറയട്ടെ, എല്ലാവരുടെ പേര് കുറച്ച് ഓർമ്മക്കുറവുണ്ട്, കാരണം പറയുന്നില്ല. ഈ സിനിമ എടുക്കാൻ വന്ന ആദ്യത്തെ ആൾക്കാർ ഇവരൊന്നുമല്ല, ഇവർ 4ാമത് വരുന്ന ആൾക്കാരാണ്. ഈ സിനിമ ഇതിനു വന്ന ആൾക്കാർ എടുക്കാൻ പറ്റാതെ പോയത് ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഗുണാക്കേവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, കുറച്ച് കാശ് മുടക്കണം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അതിന് വന്ന ആൾക്കാരൊന്നും സിനിമക്കഥ പോയത്. അപ്പോൾ അത് ഇവര് സബീക, ഷോൺ ബേബി ഇവരൊക്കെ കുറച്ച് കാശൊക്കെ മുടക്കിയിട്ട് ചെയ്ത് ഇത് നല്ലൊരു സൗഹൃദത്തിൻ്റെ സുഹൃത്തുക്കൾ എന്താണെന്ന് മനസ്സിലാവും. ഒരാള്
ഒരാളെ കളഞ്ഞിട്ട് വരാതെ അവര് ജീവനോട് എന്നെ ഇവിടെ കൊണ്ടുവന്നു. കൂടുതൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇമോഷണലി പ്രശ്നം അത് ക്യാമറയ്ക്ക് ഞാനത് ഹലോ, എൻ്റെ പേര് ജിൻസൺ. വിഷ്ണു ഫിലിമിൽ എൻ്റെ റോൾ ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ക്യാമറ എൻ്റെ എന്താണ് പറയുന്നതെന്ന് അറിയാൻ പറഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ പോയ ഫിലിം കണ്ടപ്പോൾ തോന്നിയത് ഏകദേശം ഒരു 18 വർഷം മുമ്പ് ഞങ്ങളെല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നാ അങ്ങനെ അന്തിച്ചു പോയൊരു സമയമുണ്ട്. അതായത് വെളിയിൽ പോയപ്പോൾ യൂണിയനാണ് വീട്ടിൽ പോകാൻ പറ്റില്ല ഒന്നുമില്ല. അതെ, എന്റെ ബാസിക്കിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ബാസിക ഞാനായിട്ട് ജീവിച്ചേക്കണ അഭിനയിച്ചേക്കണല്ല. താങ്ക്സ് ടു ബാസിക. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു സന്തോഷമുണ്ട് മനസ്സിൽ. സെയിം ഫീലിംഗാണ് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ രക്ഷപ്പെടുത്തി. എന്റെ കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവറാണ്. അവരുടെ കഥാപാത്രം കാര്യങ്ങൾ ചെയ്തിരുന്നത് അത് ഞാൻ ചെയ്തത് എന്താണെന്നുള്ളത് ഇപ്പോഴും ഈ ചിദംബരത്തിനും നമ്മുടെ ഗണപതിയിലേക്ക് ഈ കറക്റ്റ് കഥാപാത്രം എങ്ങനെ ഒപ്പിച്ചെന്നാണ് നിങ്ങൾക്കാണ് കണ്ടറിയാൻ പറ്റും. നമ്മളെ രാജകുമാരന്റെ കഷണ്ടിരിക്കുക അത് എങ്ങനെ കറക്റ്റ് ഈ കഥാപാത്രത്തിന് എങ്ങനെ കറക്റ്റായിട്ട് ഒപ്പിച്ചെന്നുള്ളതാണ് സമ്മതിക്കേണ്ടത്. അതൊക്കെ വലിയൊരു പിന്നെ ഞങ്ങൾ അനുഭവിച്ചത് ഒരു ജീവിതാഭിലാഷവും ഞങ്ങളുടെ ഈ അനുഭവിച്ച് ഞങ്ങൾ കഷ്ടപ്പാട് അനുഭവിച്ചത് അത്രയ്ക്ക് ബുദ്ധിമുട്ട് അവിടെ ആ കൊടൈക്കനാൽ അനുഭവിച്ചത്. ഇപ്പൊ എന്തെങ്കിലുള്ള പോലീസുകാരനുണ്ട ഇത് യഥാർത്ഥ പോലീസുകാരനല്ലെങ്കിൽ പോലും പക്ഷെ അന്ന് ഞങ്ങൾ ഒരുപാട് പോലീസുകാരെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങളവിടെ അതിന് വേണ്ടി ഞങ്ങൾ ബുദ്ധിമുട്ടിച്ച് ഞങ്ങളെ അടിക്കുകയും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. ഇപ്പൊ എല്ലാവർക്കും ഇതിനകത്ത് സ്വാഗതിക്കാം എല്ലാവർക്കും എനിക്ക് എല്ലാവർക്കും സന്തോഷം. ഈ സിനിമയിൽ എല്ലാവർക്കും സന്തോഷം. നന്ദി. എല്ലാവരും അറിയാൻ വേണ്ടി തങ്കിയെന്ന് കുറിച്ച് അങ്ങനെ ആയതാണ് തങ്കിക്കണ്ണെന്നുള്ള പേര്. അങ്ങനെ വിളിച്ചതാണ്. എൻ്റെ അമ്മയുടെ പേരാണ് തങ്കിയെന്നുള്ളത്. വളരെ സന്തോഷമുണ്ട് ഈ സിനിമ ഇങ്ങനെ ഇറക്കിയത്. നമ്മള് ഈ ഇത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങള് ഈ പള്ളിയിലെ അച്ഛനെ ഇതെല്ലാം വിളിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആൾക്കാരൊക്കെ പറയാറുണ്ട് ഇങ്ങനെയൊക്കെ സംഭവം. പക്ഷെ ആരും അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തോണ്ടില്ല. ഈ കുഴിയുടെ ഇത് എന്താണ് ഇതാണെന്നൊന്നും ആർക്കും വലിയ ഇതൊന്നുമില്ല. അല്ലാതെ നമ്മളെ പിടിച്ചിക്കാണ് ചെയ്തത്. അപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് മനസ്സിലാവും എങ്ങനെയെന്നുള്ളത്. അപ്പൊ അതിന് വളരെ സന്തോഷമുണ്ട്. ചിരിയോട് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുധീഷ്. എൻ്റെ റോള് അത് ഞങ്ങളവിടെ ശരിക്കും അനുഭവിച്ചിരുന്ന സംഭവങ്ങള് അതിൽ കൂടുതൽ ഞങ്ങളിവിടെ കാണാൻ പറ്റി. മാക്സിമം
ട്രിപ്പിൽ നിന്ന് ഒഴിവാകുന്ന ആള് ഞാനാണ്. എന്നെ സംബന്ധിച്ച് എന്താ പറയാ, ഇവരനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ നേരിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ടാവും. അവിടുന്ന് വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ ആ ഒരു 2 മിനിറ്റ് ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കറിയാം. അപ്പൊ അവര് ഈ 3 മണിക്കൂർ ഇവരനുഭവിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ്. അതായത് ഇവരുടെ ക്യാരക്ടേഴ്സ് അറിയാവുന്ന ആൾക്കാർക്ക് ചിലപ്പോ ഈ സിനിമയിൽ ഇവരെ കാണിക്കുന്ന ക്യാരക്ടർ, ഇവരുടെ എന്താ പറയാ മാനറിസങ്ങൾ അല്ലെങ്കിൽ ഇവരനുഭവിച്ച ഇവരുടെ ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അത് എങ്ങനെയാണോ, ഡയറക്ടറിന്റെ ആണോ കാസ്റ്റിംഗിന്റെ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പല സീനുകളും നമ്മൾ കാണുന്നത് ഇവരെ തന്നെയാണ് നേരിട്ട് കാണുന്നത്. ആദ്യത്തെ മീറ്റിങ്ങില് ശരിക്കും ആദ്യത്തെ മീറ്റിങ്ങിൽ വരുമ്പോ ശരിക്കും പറയാൻ ഞാൻ പറയും, ഇവര് നമ്മളെ ആവാഹിച്ചു വഴി. 2ാമത്തെ മീറ്റിങ്ങിൽ ഇവര് ശരിക്കും മഞ്ഞുമൽ ബോയ്സ് ആയി. അതായത് ഞങ്ങളാണോ മഞ്ഞുമൽ ബോയ്സ് അല്ലെങ്കിൽ ഇവരാണോ മഞ്ഞുമൽ ബോയ്സ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു വൈകുന്നേരം വീട്ടില് വരുമ്പോ, ഭക്ഷണം കഴിക്കാൻ വരുമ്പോ ഞാൻ ഓടിച്ചെല്ലാണ് ഈ സ്റ്റാർസിനെ കാണാൻ വേണ്ടി. ഓടിച്ചെല്ലുമ്പോ ഒരാള് കാവുകൊണ്ട് കൊടുത്ത് ആ അരമതിലെ ഇരിപ്പുണ്ട്, 2 പേര് കട്ടിലെ കിടപ്പുണ്ട്. ബാസിയൊക്കെ എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിന്റെ മേളിൽ പാത്രം വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഗണപതി ഞാൻ നോക്കുമ്പോ പാത്രം കിടക്കുന്നത്. അതായത് ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി പെരുമാറുന്നത് അതുപോലെയാണ് അവര്. അതായത് അവരത്രയും ഉൾക്കൊണ്ടിട്ടാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്തത്. അത് ഞങ്ങൾക്ക് സ്ക്രീനിൽ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അത് ഞങ്ങളോളം ചിലപ്പോൾ മനസ്സിലാക്കാൻ വേറെ ആൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ ആ ഇമോഷൻസും ആ കാര്യങ്ങളും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് താങ്ക്സ് ലോട്ട്. ഹലോ, എന്റെ സിജു മഞ്ഞുമൽ പിന്നെ എന്ത് പറയാനാ, സിനിമ കണ്ടപ്പോ തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ചിലപ്പോഴോ ഇവരെല്ലാവരുടെയും കൂടി അവയവും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അത് ആകെ നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ വന്ന കഥ സത്യമായിട്ട് തന്നെ അവര് അതിനകത്ത് ശരിയായി പറ്റിയിരുന്നു. ഞങ്ങളെ കൂടാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടെയാണ്. പുള്ളി ഖത്തറിലാണ്. പുള്ളി ഇതെല്ലാം ആളുകൂടി ഇല്ല, ഖത്തറിലാണ്. ഒരു കാര്യം കൂടെ ഞങ്ങളെ സൂപ്പർ ഡാവണ്ടാണില്ലേ എല്ലാരോടും നമ്മുടെ കൂട്ടുകാരുണ്ട്, അവരോട് വിളിച്ചാലോ വിളിച്ചു. അവരാണ് ഹലോ, ഈ സൗണ്ട് കേട്ടാ, ഈ ഒറ്റ സൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേട്ടില്ല. ഈ സൗണ്ട്, ഈ സൗണ്ടിന്റെ ഒറ്റ സൗണ്ടാണ് സുഭാഷ് കേട്ടത്. കേട്ടത് നിങ്ങൾക്ക് ഈ സിനിമ മനസ്സിലാവും. ഇവന് പയ്യെ സംസാരിക്കാൻ അറിയാൻ പാടില്ല. റോണിഷിനോട് കാര്യം കാരണം ഈ സിനിമ ഷോണോട് നടക്കാറായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റോണിഷ്. ഈ ഒരു വലിയ സിനിമക്ക് ഒരു കാരണക്കാരനാകാൻ സാധിച്ചതിൽ സന്തോഷം. വിവേകാശൻ കുട്ടേട്ടൻ ഇവിടെ ഉണ്ട്, ഇവിടെ കണ്ടുപോകും. ഇപ്പം ഉണ്ടോ കുട്ടേട്ടാ? വിവേകാശൻ ഇതിന്റെ കുട്ടേട്ട 2 ഭാഗമാണ് എന്റെ സീനൊക്കെ തൂക്കിയാണ്. സോറി, അതിൻ്റെ കൈജു ബാസി എല്ലാവരും ഹാപ്പി. സൂപ്പർ. ചുമ്മാ പറയണ്ട, വിവേകാശൻ ചെയ്ത മൂവിയുടെ ലിസ്റ്റ് എടുത്ത്